hello മക്കളെ, വെൽക്കം ബാക്ക് ടു Eduport ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞ ഒരു നെറേറ്ററുടെ കണ്ണിലൂടെയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മിസ്റ്റർ ഗുപ്ത ഇസ് എൻ ഇന്ത്യൻ ഹു ഇസ് നൗ റിസൈഡിങ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ അദ്ദേഹം എൻകൗണ്ടർ ചെയ്യുന്ന ഒരു കുട്ടിയും ആ കുട്ടിയുടെ ഫാമിലിയും അവരുടെ ബാക്കി കുറച്ച് കഥകളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളും താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി കാര്യങ്ങൾ വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് മിസ്സിനത്ത് പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് താഴെ ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യുക കൂടെ ചെയ്യാം. സോ നമുക്ക് വീഡിയോ നോക്കാം അല്ലേ. Yes, എന്താണ്? The story begins with Mr. Gupta, an Indian living in London, going to a small vegetarian restaurant in St. Martin's Lanes for lunch. So, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിസ്റ്റർ ഗുപ്ത ലണ്ടനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. സോ he goes to a vegetarian restaurant. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോവാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. എവിടെ? സെയിന്റ് മാർട്ടിൻസ് ലെയിനിൽ കേട്ടോ. അപ്പം അങ്ങനെ while he was having lunch, he notices a very little girl. ഒരു ചെറിയ പെൺകുട്ടീനെ കാണുകയാണ്. She was frequently observing him. Okay, അപ്പം ആ കുട്ടി എന്ത് ചെയ്യണേ? ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. He noticed a young English girl, thin, plainly dressed, sitting alone and looking at him repeatedly. പിന്നെയും ആവർത്തിച്ച് ഈ പെൺകുട്ടി ഇയാളെ നോക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് കേട്ടോ. After finishing her meal, the girl asked the cashier softly. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ എന്ത് ചെയ്യാണ്? കാഷ്യറിനോട് വളരെ സോഫ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, Is that gentleman really Indian? So she was really curious to know about whether he was an Indian. അദ്ദേഹം ഒരു ഇന്ത്യൻ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി അവൾ വളരെയധികം ക്യൂരിയസ് ആയിരുന്നു കേട്ടോ. സോ അവള് എന്ത് ചെയ്യാണ്? കാഷ്യറിനോട് ചോദിക്കുകയാണ് അദ്ദേഹം ശരിക്കും ഒരു ഇന്ത്യക്കാരനാണോ എന്നുള്ളത്. Mr. Gupta becomes curious about her interest, but the cashier says she is a regular Saturday customer. അപ്പൊ ഇത് കണ്ട സമയത്ത് ഗുപ്തയ്ക്കും ഭയങ്കര ക്യൂരിയോസിറ്റി വരികയാണ്. എന്തിനാണ് ആ പെൺകുട്ടി എന്നെ കുറിച്ച് ചോദിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി വരികയാണ്. അങ്ങനെ മിസ്റ്റർ ഗുപ്ത കാഷ്യറിനോട് ചോദിക്കുകയാണ് ഈ പെൺകുട്ടിയെ കുറിച്ച്. സോ കാഷ്യർ പറയാണല്ലേ, സാറ്റർഡേ ആണ് അവരുടെ പേ ഡേ എന്ന് ചോദിക്കുന്നത്. എന്താ ഈ പേ ഡേ എന്ന് പറഞ്ഞാൽ അവർക്ക് സാലറി കിട്ടുന്ന ദിവസം കേട്ടോ. സോ അവൾ എന്ത് ചെയ്യാറുണ്ട്? സാറ്റർഡേസിൽ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് ആ ഒരു കാഷ്യർ പറയാണ്. സോ ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് അവളോട് ഭയങ്കരമായിട്ട് അനുകമ്പ ഫീൽ ചെയ്യാണ് ഈ ചെറിയ പെൺകുട്ടിനോട് കേട്ടോ. ആൻഡ് ഓൾസോ ഹി ഡിസൈഡ്സ് ടു മീറ്റ് ഹർ ഓൺ നെക്സ്റ്റ് സാറ്റർഡേ. അങ്ങനെ അടുത്ത സാറ്റർഡേ ആകുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. മിസ്റ്റർ ഗുപ്ത റിട്ടേൺസ് ദ ഫോളോയിങ് സാറ്റർഡേ ഹോപ്പിംഗ് ടു സീ ഹർ അഗൈൻ. അവൾ ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ച് അടുത്ത സാറ്റർഡേ ആകുമ്പോൾ മിസ്റ്റർ ഗുപ്ത അവിടെ വരികയാണ്. ദ ഗേൾ സ്മൈൽസ് ഷൈലി വെൻ ഷീ സീസ് ഹിം. അല്ലെ, ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്? വളരെ ഷൈ ആയിട്ട് അയാളുടെ അടുത്ത് ചിരിക്കുകയാണ്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പതുക്കെ സംസാരിച്ചു തുടങ്ങുകയാണ് കേട്ടോ. ഷീ ആസ്ക്സ് ഇന്നസെന്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇന്ത്യ, tigers, snakes and whether Indians eat meat. അപ്പം ഇന്ത്യനെ കുറിച്ച് ആ കുട്ടിക്ക് അത്യാവശ്യം കുറച്ച് നല്ല അറിവുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നുള്ള ആ കുട്ടിയുടെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. ഷി ആസ് അബൌട്ട് ടൈഗേഴ്സ്, അല്ലെ, പുലികളെ കുറിച്ചും പാമ്പുകളുണ്ടോ, അവിടെ ഒരുപാട് പാമ്പുകളില്ലേ, സ്നേക്സ് ഇല്ലേ, ആൻഡ് ഓൾസോ അവിടെ ഉള്ളവരെല്ലാം വെജിറ്റേറിയൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. Are you a vegetarian എന്ന് നമ്മുടെ ഗുപ്തനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മിസ്റ്റർ ഗുപ്ത പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര വെജിറ്റേറിയൻ ഒന്നും അല്ല, ഞാനൊരു നോൺ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ സമയത്ത് she was actually disappointed. അവൾ കുറച്ച് ഡിസപ്പോയിന്റഡ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ അവൾക്ക് ഇന്ത്യനെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച് സ്റ്റീരിയോ ടൈപ്സ് അറിയുന്നുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യയിൽ ഒരുപാട് പാമ്പുകളുണ്ട്, പുലികളുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും വെജിറ്റേറിയൻസ് ആണുള്ള കുറച്ച് കാര്യങ്ങൾ അവൾക്ക് അറിയാമായിരുന്നു. She tells her name. അപ്പൊ ആ കുട്ടിയുടെ പേരെന്താണ്? എന്താ പേര്? ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. എന്താണ്? ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. ബട്ട് എവ്രിവൺ കോൾസ് ഹർ മാഗി. സോ മാഗി എന്നാണ് ആ പെൺകുട്ടിനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. She invites him to visit her home because her mother wishes to meet an Indian. അപ്പൊ അവൾ പറയണം, അതായത് ഇദ്ദേഹത്തിന് ആക്ച്വലി അവളുടെ കൂടെ വീട്ടിൽ പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാതിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഇങ്ങോട്ട് പറയാനല്ലേ, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരാമോ, എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ കണ്ടാൽ നല്ലതായിരിക്കും എന്നുള്ള പോലെ ആ പെൺകുട്ടി അദ്ദേഹത്തിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനി മാഗി ആരാണെന്നുള്ളത് ആക്ച്വലി റിവീൽ ചെയ്യാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ ഹൂ ഈസ് മാഗി എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടുകയാണ്. On their walk to her house, Mr. Gupta learns. അങ്ങനെ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് മിസ്റ്റർ ഗുപ്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കുട്ടീനെ കുറിച്ച് അറിയാണ്. മാഗി ഈസ് ഓൺലി 13 years old. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണത്. 13 വയസ്സെന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രായം ഉണ്ടാവും? അത്രയും കുഞ്ഞാണ് കേട്ടോ. ഷീ വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഏർണിംഗ് ലോ വേജസ്. അവൾ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ഒരാളുടെ അടുത്ത് ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. വളരെ തുച്ഛമായ വേജസിനാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഹർ ഫാദർ ഇസ് ഡെഡ്.
her family is very poor. അച്ഛനൊന്നുമില്ല, വളരെ ദരിദ്രമായിട്ടുള്ള ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള പാവങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് അവർ ജീവിക്കുന്നത് തന്നെ കേട്ടോ. ആ ഒരു സ്ഥലത്തുള്ള ഏറ്റവും പാവപ്പെട്ടിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ആ ഒരു ചെറിയ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. her elder brother Frank is a soldier posted in India. അപ്പം എങ്ങനെയാണ് ഇവർക്ക് ഈ ഇന്ത്യൻ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? എൽഡർ ബ്രദർ ഫ്രാങ്ക്, അവളുടെ മൂത്ത ചേട്ടനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയില് പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് നോട്ട് റിസീവ്ഡ് എനി ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. അപ്പൊ ഇവരൊക്കെ ആക്ച്വലി ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് ഫ്രാങ്കിന്റെ അടുത്ത് പ്രത്യേകിച്ച് വേറെ കത്തുകളൊന്നും ഇതുവരെ വലിയ എഴുത്തുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ടുള്ള ആൾക്കാർ വേറെ ഏതോ ദൂരദേശത്തിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു കത്ത് കിട്ടുന്നില്ല, അവരുടെ ഒരു ഫോൺ കോൾ കിട്ടുന്നില്ല, മെസ്സേജ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ടെൻസ്ഡ് ആവും. അപ്പം ഈ ഫോൺ കോളും മെസ്സേജ് ഒന്നും ഇല്ലാത്ത കാലത്ത് കത്ത് മാത്രമായിരുന്നു അന്നത്തെ ആശ്രയം. സോ ആ ഒരു സമയത്ത് എന്താണ്, they have not been receiving any letters from this Frank for a long time and അവരൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മാഗി lives in a ഞാൻ പറഞ്ഞല്ലോ പുവർ നെയ്ബർഹുഡ് ലാംബത്ത്. അപ്പൊ അവര് താമസിക്കുന്ന ആ നെയ്ബർഹുഡിന്റെ പേര് ലാംബത്ത് എന്നാണ് കേട്ടോ. അവിടെ ഏറ്റവും പാവപ്പെട്ടവരാണ് അവിടെ താമസിക്കുന്നത്. Her mother, Mrs. Clifford, welcomes Mr. Gupta warmly, though she is busy baking cakes to sell for an upcoming fair. അപ്പം ഇവരവിടെ എത്തുന്ന സമയത്ത് മിസ്റ്റർ ഗുപ്തയും മാഗിയും കൂടെ അവിടെ എത്തുന്ന സമയത്ത് മാഗീസ് മദർ മിസ്സസ് ക്ലിഫോർഡ് വാസ് ആക്ച്വലി ബേക്കിംഗ് കേക്ക്സ്. കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഫെയറിന്, അവിടെ അടുത്തുള്ള എന്തോ ഒരു ഫംഗ്ഷൻ, ഒരു ചന്ത പോലത്തെ ഉള്ള ഒരു ഫെയർ ഉണ്ടായിരുന്നു. അവിടെ വിൽക്കാനായിട്ട് കേക്ക്സ് ബേക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഷീ വെൽക്കം ദം വെരി വാംലി. വളരെ വാം ആയിട്ടുള്ള വെൽക്കം ആണ് ഗുപ്തയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ദിസ് സ്മോൾ ഹൗസ് ഇസ് ക്ലീൻ ബട്ട് ഫിൽഡ് വിത്ത് സൈൻസ് ഓഫ് പോവർട്ടി. അതായത് അവരുടെ ആ വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കുമ്പോഴും വളരെ വൃത്തിയുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും ദാരിദ്ര്യം തളം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ വീട്ടിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇന്ത്യ ബിക്കോസ് ഷീ ഈസ് വെറീഡ് അബൌട്ട് ഫ്രാങ്ക്സ് സേഫ്റ്റി. കാരണം ഓൾറെഡി അറിയാം അല്ലെ, ഇന്ത്യയിൽ പാമ്പുകളുണ്ട്, പുലികളുണ്ട് എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അവർ ചോദിക്കുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫ്രാങ്ക് സേഫ് ആയിരിക്കുമോ എന്നുള്ളതിന് അഷ്വറൻസിന് വേണ്ടിയിട്ട്, അതൊന്ന് റീഅഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ പെൺകുട്ടി ആക്ച്വലി നമ്മുടെ ഓദറിനോട് ചോദിക്കുന്ന, ഓദറല്ല ഗുപ്തനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് യോഗികളെ കുറിച്ച് അറിയാമോ, നിങ്ങളൊരു യോഗിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് അറിയാവുന്നത് കേട്ടോ. അങ്ങനെ മാഗി ഷോസ് മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ റിംഗ് സെൻഡ് ബൈ ബ്രദർ അല്ലെ. അപ്പം ബ്രദർ അയച്ചു കൊടുത്തിട്ടുള്ള, എന്തിനാണ് ഈ യോഗിയാണോ എന്ന് ചോദിച്ചതെന്ന് വെച്ചാല് അവളുടെ ബ്രദർ ഒരു ക്രിസ്റ്റൽ റിംഗ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ക്രിസ്റ്റൽ റിംഗിന്റെ അകത്ത് ഷീ ബിലീവ്സ് ഇറ്റ് ഇസ് മാജിക്കൽ ആൻഡ് ദാറ്റ് വൺ ക്യാൻ സീ ഡിസ്റ്റന്റ് പേഴ്സൺസ് ഇൻ ഇറ്റ് ആസ് ടോൾഡ് ബൈ ആൻ ഇന്ത്യൻ യോഗി. അപ്പം ആ ബ്രദറിന് ഈ റിംഗ് കൊടുത്തിട്ടുള്ള ആരാണ്? ഒരു ഇന്ത്യൻ യോഗിയാണ് ഈ പറയുന്ന റിംഗ് കൊടുത്തിട്ടുള്ളതെന്നാണ് അവള് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പറയാണ്, ഇന്ത്യ എന്നുള്ള ആൾക്കാർക്ക്, ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഈ മോതിരത്തിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ക്രിസ്റ്റൽ റിംഗിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന, ദൂരെ ഇരിക്കുന്ന ആൾക്കാരെ കാണാനാവും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. They request Mr. Gupta to try crystal gazing. എന്താ ഈ ക്രിസ്റ്റൽ ഗേസിംഗ് എന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഈ ഒരു ബൗളൊക്കെ വെച്ചിട്ട് ഹോക്കസ് പോക്കസ് എന്നൊക്കെ പറഞ്ഞ് ആക്കൂല, അതിനാണ് നമ്മൾ ക്രിസ്റ്റൽ ഗേസിംഗ് എന്ന് പറയാം. സോ അവൾ ചോദിക്കുകയാണ്, അല്ലെ ഇവര് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും, ഒന്ന് ക്രിസ്റ്റൽ ഗേസിംഗ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. Although he sees nothing, he pretends to try so as to not to disappoint them. ഒന്നും കാണുന്നൊന്നുമില്ല, പക്ഷെ അവരെ ഡിസപ്പോയിന്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള പോലെ പുള്ളി പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. മാഗി പ്ലേസ് ദ വയലിൻ ഫോർ ഹിം ബിഫോർ ഹി ലീവ്സ്. അങ്ങനെ മാഗി എന്ത് ചെയ്യണം, പുള്ളി അവിടുന്ന് പോകുന്നതിന് മുൻപ് അവിടുന്ന് വയലിൻ ഒക്കെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവരെന്ത് ചെയ്യാണ്, അവർ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ വളരുകയാണ് ചെയ്യുന്നത്. കുറെ മാസങ്ങൾ കടന്നു പോകുന്നു ആൻഡ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കുറെ കൂടെ വാം ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. മിസ്റ്റർ ഗുപ്ത കണ്ടിന്യൂസ് വിസിറ്റിംഗ് ദം റെഗുലർ ആയിട്ട് തന്നെ അവരെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. He takes Maggie to the zoological gardens and brings small gift. അപ്പം അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവളെ സൂവിൽ കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് കുഞ്ഞു കുഞ്ഞു പ്രസൻസ് ഒക്കെ ആര് കൊണ്ടു കൊടുക്കുന്നുണ്ട്, നമ്മുടെ മിസ്റ്റർ ഗുപ്ത കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. He becomes emotionally attached to the girl and her kind-hearted mother. അപ്പൊ ഈ മിസ്റ്റർ ഗുപ്തയ്ക്ക് ആക്ച്വലി ഈ അമ്മയോടും മകളോടും ഭയങ്കരമായിട്ടുള്ള ഒരു സഹതാപവും ഒരു അറ്റാച്ച്മെന്റും അല്ലെ ഒരു കൈൻഡ്നെസ് ഒക്കെ തോന്നുകയാണ്. കാരണം അവരുടെ മകൻ ഇന്ത്യയിലെ പട്ടാളത്തിലാണുള്ളത്. ദേ ഹാവ് നോ സൈൻ അബൌട്ട് ഹിം ഫോർ പാസ്റ്റ് ഫ്യൂ മന്ത്സ് അല്ലെ, കുറച്ചു കാലമായിട്ട് ഒരു വിവരവും ഇല്ല മോന്റെ അടുത്ത് നിന്ന്. അപ്പം
ആ ഒരു അമ്മയോടും ആ ഒരു നിസ്സഹായരായിട്ടുള്ള അമ്മേനോടും മകളോടും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാണ്. Still, no letter arrives from Frank, increasing mother's anxiety. അങ്ങനെ അമ്മയുടെ ആങ്സൈറ്റി, അമ്മയുടെ ആശങ്കകൾ കൂട്ടിക്കൊണ്ട് എന്താണ് ഫ്രാങ്കിന്റെ കത്തുകൾ പിന്നെയും ലേറ്റ് ആവുകയാണ്. അങ്ങനെ ഇനി നമ്മുടെ അമ്മ ഈ പറയുന്ന മിസ്സസ് ക്ലിഫോർഡ് ആക്ച്വലി സുഖം ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. One day, Mr. Gupta receives a postcard from Maggie saying mother is dangerously ill. അങ്ങനെ മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു ദിവസം ഒരു പോസ്റ്റ് കാർഡ് കിട്ടുകയാണ്. എന്താണ്, അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഡേഞ്ചറസ്ലി ഇല്ല, ഭയങ്കര പ്രശ്നമാണ് അമ്മയ്ക്ക് എന്നുള്ള പോലെ ഒരു പോസ്റ്റ് കാർഡ് കിട്ടുകയാണ്. വെൻ ഹി അറൈവ്സ് ഹി ഫൈൻഡ്സ് മാഗി എക്സോസ്റ്റഡ്, ക്രൈയിങ് ആൻഡ് ലുക്കിംഗ് വീക്ക്. അപ്പൊ എന്താണ് കാണുന്നത്, മാഗി ആകെ കരഞ്ഞ് തളർന്ന് വീക്ക് ആയിട്ടിരിക്കുന്ന മാഗീനെയാണ് അദ്ദേഹം അവിടെ എത്തുമ്പോൾ കാണുന്നത്. The doctor called it a serious attack worsened by stress and fear for Frank. അപ്പം ഡോക്ടർ എന്താണത്, അതൊരു അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്, ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്ട്രെസ് കാരണം, അതുപോലെ തന്നെ മകൻ എവിടെ എന്നുള്ള ആ ഒരു പേടിയൊക്കെ കാരണം വന്നിട്ടുള്ള അറ്റാക്ക് ആണെന്നാ പറഞ്ഞത് കേട്ടോ. അങ്ങനെ മാഗി മിസ്റ്റർ ഗുപ്തനോട് പറയാണ്, ഒന്ന് അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ റിങ്ങിലൊന്ന് നോക്കിയിട്ട് ഏട്ടൻ സേഫ് ആണെന്നുള്ളത് പറയാമോ എന്ന് ചോദിക്കുകയാണ്. മാഗി ടേക്സ് മിസ്റ്റർ ഗുപ്ത അസൈഡ് ആൻഡ് ബെഗ്സ് ഹിം ടു ലുക്ക് ഇൻ ടു ദ ക്രിസ്റ്റൽ അഗൈൻ. അല്ലെ, ഒന്നും കൂടെ ആ ക്രിസ്റ്റൽ നോക്കി പറയാൻ വേണ്ടി പറയാണ്. ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് ഇസ് അലൈവ് ആൻഡ് വെൽ. ഫ്രാങ്കിന് കുഴപ്പമൊന്നുമില്ല, ഫ്രാങ്ക് ജീവനോട് ഉണ്ടെന്നുള്ള ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഷീ സേസ് even if it is a lie, it will save her. അല്ലേ, ഇനിയിപ്പോൾ അതൊരു നുണയാണെങ്കിൽ പോലും കുഴപ്പമില്ല, എന്താണ് എൻ്റെ അമ്മ രക്ഷപ്പെട്ടോളും, അതിനു വേണ്ടി എന്ത് ചെയ്യുക, ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മിസ്റ്റർ ഗുപ്ത ഇസ് ടോൺ ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് കമ്പാഷൻ. അങ്ങനെ ശരിക്കും ഭയങ്കര ഒരു മാനസിക സംഘർഷത്തിലായി പോവാണ് മിസ്റ്റർ ഗുപ്ത. കാരണം സത്യം പറയണോ അല്ലെങ്കിൽ ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങണോ, എന്തറിയണം അറിയുന്നില്ല. അങ്ങനെ പുള്ളി എന്ത് ചെയ്യണം, ഹി ഡിസൈഡ്സ് ടു ലൈ അബൌട്ട് ഫ്രാങ്ക്. അല്ലെ, ഫ്രാങ്കിനെ കുറിച്ച് അറിയാത്ത കാര്യമാണ്, പക്ഷെ അവർ കള്ളം പറയാണ്. മിസ് ക്ലിഫോർഡ് is lying weakly in bed. അങ്ങനെ വീക്കായിട്ട് അവരുടെ അമ്മ കിടക്കുകയാണ്. മിസ്റ്റർ ഗുപ്ത pretends to look into the crystal and says, I see your son, he is alive, he is well. അപ്പം ആ ഒരു ക്രിസ്റ്റലിനകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ മിസ്റ്റർ ഗുപ്ത ആ അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്, എനിക്ക് നിങ്ങളുടെ മകനെ കാണുന്നുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ നന്നായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് പറയാണ് കേട്ടോ. The mother's face lights up with peace. അമ്മയുടെ മുഖം ഇത് കണ്ട സമയത്ത് അല്ലെങ്കിൽ ഇത് കേട്ട സമയത്ത് എന്താണ്, സമാധാനം കൊണ്ട് ലൈറ്റ് അപ്പ് ചെയ്യാണ്, അത്രയൊരു ഒരു പ്രകാശം വരികയാണ് അമ്മയുടെ മുഖത്ത് കേട്ടോ. She blesses him and slowly begins to recover. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ എന്ത് ചെയ്യണം, മിസ്റ്റർ ഗുപ്തനെ ഒരുപാട് ബ്ലെസ് ചെയ്തൊക്കെ വിടുകയാണ്. താങ്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, നിങ്ങൾ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്ലെസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബിഗിൻസ് ടു റിക്കവർ. അവരെന്ത് ചെയ്യണം, അവർ തിരിച്ച് ലൈഫിലേക്ക് വരികയാണ്. അങ്ങനെ ബിഫോർ മിസ്റ്റർ ഗുപ്ത പ്രിപ്പയർസ് ടു റിട്ടേൺ ടു ഇന്ത്യ. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക്, ഇനിയാണ് അവിടുത്തെ ട്രാജഡി ആക്ച്വലി സംഭവിക്കുന്നത് കേട്ടോ. മിസ്റ്റർ ഗുപ്ത ആക്ച്വലി ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോരുന്ന സമയത്ത് മാഗി ഗിവ്സ് ഹിം എ ഷില്ലിംഗ്, ഹർ പ്രഷ്യസ് സേവിങ്സ്. അപ്പം അവർക്ക് അതിന് മുൻപേ ഒരു കമ്പി കിട്ടുകയാണ്, അല്ലേ, എന്താണ്, അതായത് ഫ്രാങ്ക് ആക്ച്വലി മരണപ്പെട്ടു എന്നുള്ള കമ്പി കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ നമ്മുടെ ഈ ഗുപ്ത ആക്ച്വലി ഭയങ്കര ഡിവാസ്റ്റേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഹി ഹാഡ് ലൈഡ് ടു ഹർ മദർ. അല്ലെ, അമ്മേനോട് കള്ളം പറഞ്ഞു. അങ്ങനെ കള്ളം പറഞ്ഞതിന് ശേഷം അവരറിയാണ്, അതായത് ഈ നമ്മുടെ ഗുപ്ത ഈ സാധനത്തിൽ നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരുപാട് മുൻപേ ഫ്രാങ്ക് മരണപ്പെട്ടു എന്നുള്ള വിവരം അവരറിയാണ്. അപ്പം ഫ്രാങ്കിന് ഭയങ്കര ഒരു മാതിരി ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം പിന്നെ ഫ്രാങ്ക് അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ല. ഫ്രാങ്ക് പോസ്റ്റ് കാർഡ്സിലൂടെ മാത്രമാണ് പിന്നെ റിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഗുപ്ത നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപേ നമ്മുടെ മാഗി ഗുപ്തനോട് പറയാണ്, എനിക്ക് നിങ്ങളൊന്ന് കാണണം എന്ന് പറയാണ്. അല്ലേ, മാഗി ഗിവ്സ് ഹിം എ ഷില്ലിംഗ്, ഹർ പ്രഷ്യസ് സേവിങ്സ്. അങ്ങനെ റിട്ടേൺ ചെയ്യാൻ ഇന്ത്യയിലേക്ക് മടങ്ങാനിരിക്കുന്ന നമ്മുടെ മിസ്റ്റർ ഗുപ്തയുടെ കയ്യിൽ അവൾ ഒരു ഷില്ലിംഗ് കൊടുക്കുകയാണ്. വളരെ തുച്ഛമായ ഒരു ഷില്ലിംഗ് എന്ന് പറഞ്ഞൊരു പൈസ കൊടുക്കുകയാണ് കേട്ടോ. ഷീ സേസ്, എന്നിട്ട് അവൾ എന്താ പറയുന്നത്, please buy flowers with this money and offer them at a temple in India for Frank's safety. അല്ലെ എന്താണ്, ഇന്ത്യയിൽ പോയിട്ട് ഫ്രാങ്കിന്റെ കുഴിമാടത്തിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ആ പൂക്കൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. Though Mr. Gupta knows Frank is already dead, he cannot bear to break her heart. He accepts the money with deep emotion and promises to do as she wishes. അപ്പം അവൾ ആഗ്രഹിക്കുന്ന പോലെ ആ പൂക്കൾ അവിടെ കൊണ്ട് വെക്കാം എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാണ്, ആ പൈസ വാങ്ങി പോരാണ്. സോ അതാണ് ആക്ച്വലി ഉണ്ടാവുന്ന കാര്യം അല്ലേ. A few days later, Mr. Gupta receives a letter from Maggie. Inside is a mourning card bordered with black borderലുള്ള ഒരു കത്തായിരിക്കും. Frank had been killed in India long before Mr. Gupta gave hope to her mother. അല്ലെ, അമ്മയ്ക്ക് പ്രതീക്ഷ കൊടുക്കുന്നതിന് മുൻപേ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. Maggie writes that she still believes that what she said must be partly true. Perhaps Frank died peacefully without suffering.
സഫറിംഗ് ഒന്നും ഇല്ലാതെയായിരിക്കും ഫ്രാങ്ക് മരിച്ചെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അതങ്ങോട്ട് തീരാണ്. On the day of his departure, Maggie comes to the station dressed in black. She says goodbye politely and asks him how far is the frontier from Punjab. അല്ലേ, പഞ്ചാബിലേക്കുള്ള ആ ഒരു ഫ്രണ്ടിയർ എത്ര ദൂരെയാണ് ചോദിക്കുകയാണ്. സ്റ്റിൽ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വേർ ഹർ ബ്രദർ ഡൈഡ്. അതായത് അവൾക്ക് അറിയണം എന്നുണ്ട് എന്തായിരിക്കും ബ്രദറിന് എവിടെയായിരിക്കും മരിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എത്രത്തോളം ദൂരം ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. വെരി ഹെൽപ്ലെസ്, ഒന്ന് ഇന്ത്യയിൽ വന്ന് നോക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു അമ്മയും മകളുമാണ് അല്ലേ. സോ മിസ്റ്റർ ഗുപ്ത cannot speak much because of guilt, sorrow and affection for the girl. ഒന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു മിസ്റ്റർ ഗുപ്ത. He leaves London carrying the memory of the price she paid, not the value of the coin but her love, faith and sacrifice. അപ്പം ആ ഒരു പൈസ അല്ലെ, അതായത് ആ ഒരു പൈസയുടെ ഹെവിനെസ്സും ആയിട്ടാണ് ആക്ച്വലി അദ്ദേഹം പോകുന്നത് അല്ലെ. നോട്ട് ദ വാല്യൂ ഓഫ് ദ കോയിൻ, ആ കോയിന്റെ വാല്യൂലല്ല, ഹർ ലവ്, ഫെയ്ത്ത് ആൻഡ് സാക്രിഫൈസ്, അവളുടെ ആ ഒരു വിശ്വാസവും അവളുടെ സ്നേഹവും അതുപോലെ തന്നെ അവളുടെ ആ ഒരു സാക്രിഫൈസ് അല്ലെ, ത്യാഗ മനോഭാവവും ഒക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നത്. ആ കോയിൻ വെറും ഒരു ഷില്ലിംഗ് ആയിരിക്കാം, പക്ഷെ അതെന്താണ്, അത് വിലമതിക്കാനാവാത്ത ഒരു ഷില്ലിംഗ് ആണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. ഇനി മക്കളെ നമ്മുടെ മേജർ തീംസ്, ഇതിനകത്തുള്ള മേജർ തീംസ്, ഒന്നാമത്തത് ലവ് ആൻഡ് ഫാമിലി ബോണ്ട് അല്ലെ, ആ ഒരു ബ്രദറും സിസ്റ്ററും അമ്മയും തമ്മിലുള്ള ആ ഒരു ഫാമിലി ബോണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ പോവർട്ടി ആൻഡ് ഇന്നസെൻസ് അല്ലെ, ഭയങ്കര കഠിനമായിട്ടുള്ള ദാരിദ്ര്യം, അതുപോലെ തന്നെ അത്രയും ദാരിദ്ര്യത്തിലാണെങ്കിലും അവര് അതിനെ അല്ലെ ഒരു കളവ് ചെയ്യാനൊന്നുമല്ല, വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവരെ ഫാമിലി വർക്ക് ചെയ്യുന്നത് അല്ലേ. ആ കുട്ടി ചെറിയൊരു ജോലിക്ക് പോകുന്നു, വളരെ തുച്ഛമായ പൈസ ഉണ്ടാക്കുന്നു, അമ്മ കേക്ക്സ് ബേക്ക് ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്. നെക്സ്റ്റ് കമ്പാഷൻ ആൻഡ് മോറൽ കോൺഫ്ലിക്ട്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആട്ടോ. മിസ്റ്റർ ഗുപ്ത സ്ട്രഗിൾസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് കൈൻഡ്നെസ്, സത്യം പറയണോ അല്ലെങ്കിൽ ഇവരെ സമാധാനിപ്പിക്കണോ എന്നുള്ള ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റിൽ ഗുപ്ത നിൽക്കുന്നുണ്ട്. ഹി ചൂസസ് ടു ലൈ, അങ്ങനെ അവസാനം നുണ പറയാണ് ചെയ്യുന്നത്. നോട്ട് ടു ഡിസീവ് ബട്ട് ടു ഹീൽ എ സഫറിംഗ് മദർ, അത് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആ ഒരു സഫറിംഗ് ആയിട്ടുള്ള മദറിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നുണ പറയാണ് ചെയ്യുന്നത്. ഇനി സാക്രിഫൈസ് ആണ് അല്ലേ. സാക്രിഫൈസ് എന്താണ്? മാഗി ഗിവിംഗ് ഹെർ ഓൺലി ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ഇൻ ഇന്ത്യ ഷോസ് ഡീപ്പ് ഇമോഷണൽ സാക്രിഫൈസ്. ആ ഒരു സാക്രിഫൈസ് ആണ് അവിടെ കാണിക്കുന്നത്. അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന അവളുടെ സമ്പാദ്യം വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ചേട്ടന് കുറച്ച് പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് ചെലവാക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഗെസ്റ്റർ ഗിവ്സ് ദ സ്റ്റോറി ടൈറ്റിൽ, അവിടെ നിന്നാണ് ആ ഒരു സ്റ്റോറി ടൈറ്റിൽ ദ പ്രൈസ് അല്ലേ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളത് വരുന്നത് കേട്ടോ. ദെൻ ഇനി അടുത്ത എന്താണ്, ഈസ്റ്റ് വെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നോക്കി വെക്കാം. ആ ഒരു കൊളോണിയൽ ടൈമിലുള്ളൊരു കഥയാണല്ലോ. ദ സ്റ്റോറി ഷാഡോസ് കൾച്ചറൽ എക്സ്ചേഞ്ച്, വാംത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഇന്ത്യൻസ് ആൻഡ് ബ്രിട്ടീഷ് പീപ്പിൾ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ് ആൻഡ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത് അല്ലേ. ദ ക്രിസ്റ്റൽ റിംഗ്, ആ അവരുടെ പ്രതീക്ഷകളാണ് ആ ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ പ്രാർത്ഥന. The Maggie's belief reflects human need for hope even when reality is harsh അല്ലെ. അപ്പം സത്യത്തിന്റെ മുഖം കുറെ വികൃതമാണെങ്കിൽ പോലും ഹോപ്പാണ് മനുഷ്യരെ മുന്നോട്ട് നടത്തുന്നത്, പ്രതീക്ഷകളാണ് എന്നും മുന്നോട്ട് നടത്തുന്നത് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ആക്ച്വലി ഈ ഒരു സ്റ്റോറി കൂടെ പറയുന്നത്. സോ വളരെ ബ്രീഫ് ആയിട്ട് കേട്ടോ, ഇത് ആക്ച്വലി ഈ സ്റ്റോറി നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഇനി നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഞാൻ ആക്ച്വലി സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വായിക്കണം എന്നുള്ളതാണ്. പക്ഷെ എന്നാലും എക്സാമിന് തലേന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്നത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്, ഒരു പോയിന്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്റ്റഡി ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. താഴെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റ്സ് പറയുകയും ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.